അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. ആരും ഞെട്ടൻ. Going for the protest today and let's see what's in my bag. Okay. എനിക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. കൊട cap, sunscreen jacket for sure, sunglasses, തണ്ണി. എന്താണ് ഞാൻ തലയും കുത്തി വെക്കണ? Pepper spray, just in case. It's definitely going to be a peaceful protest. Just in case. Self-protection is not a harm. Bye. നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഭ്രാന്താണെന്നല്ല ഞാൻ പറയുന്നത്. കയ്യിന്ന് പോയി കഴിഞ്ഞാ പിന്നെ പറഞ്ഞിട്ട് കാര്യം. നമ്മളെ കൊണ്ട് പറ്റത് നമ്മൾ ചെയ്യാം. അതാ എന്റെ പോളിസി. അതും പോയി. നീ എവിടെ തായ്ലൻഡ് ടൂർ പോകണം? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്ന് പറയാതിരുന്നാൽ എങ്ങനെയാ? ചോദിക്കാണ്. പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞുകൊണ്ട് അവള് മറ്റേ ബാഗ് മറ്റത് മറിച്ചത് കൊട അത് ഇത് തടിയൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോ എല്ലാവരും ഇതൊക്കെ കൊണ്ടുപോകും. പക്ഷെ നീ പോകുന്നത് എന്തിനാ എന്നുള്ള ബോധമെങ്കിലും നിനക്കുണ്ട്. എന്തോ വലിയ സന്തോഷത്ത് മറ്റേ ട്രിപ്പ് പോകുന്നത് പോലെ അങ്ങ് ഉലഞ്ഞാടി തിരിഞ്ഞു മറിഞ്ഞൊക്കെ അവളങ്ങ് പോവുകയാണ്. പറയരുത്, എനിക്ക് ബി പി കൂടും. അല്ല, അതിന് ഞാൻ നീയൊക്കെ എന്തിനു പോകുന്നു? ഇവിടെ റീച്ച് ഉണ്ടാക്കാൻ തന്നെയാണ് ഇവിടെ എല്ലാവരും വീഡിയോസ് ഇടുന്നത്, അല്ല ഒറ്റയ്ക്കിരുന്ന് കാണാനൊന്നും അല്ല. എന്ന് വെച്ചിട്ട് എല്ലാം റീച്ച് മാത്രം എന്നുള്ള ഒരു തൊട്ടിത്തനത്തിലോട്ട് മാറരുത്. മനുഷ്യന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട്. മെഹറിന്റെ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് കാർ തുപ്പാനാണ് തോന്നിയത്. ഒരുപാട് പേര്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ കിടന്ന് സഫർ ചെയ്യുന്ന ആ ഒരു സമയത്ത്, ആ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ അവൾ മറ്റേ ബാഗും മറ്റേ കുടയും തടിയൊക്കെ ആയിട്ട് പോകുന്ന വളരെ ഹാപ്പി ആയിട്ട് അങ്ങ് എടുത്ത് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. നിനക്ക് നാണം ഉണ്ടാ, നിനക്ക് ഉളുപ്പുണ്ടാ. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇതിനൊരു കുറച്ച ന്യായീകരണം വിളിച്ചിട്ടുണ്ട്. അതും കൂടി അപ്പൊ ഇതിവിടെ ഏൽക്കൂല. ഇതേ എനിക്ക് എടുത്ത് വിളാലെറിയാനാണ് എനിക്ക് തോന്നിയത്. സംസാരിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ പറയും നിങ്ങൾ നട്ടലില്ലാത്ത ഇൻഫ്ലുവൻസർ ആണെന്ന് പറയും. എന്തെങ്കിലും സംസാരിച്ചാൽ പറയും ഇവള് റീച്ചിന് വേണ്ടി സംസാരിക്കുന്നു. എന്തൊക്കെയാണ് എന്റെ ബാഗിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് റീലാണ് കേട്ടത്. അത് പ്രൊട്ടസ്റ്റിന് പോകുന്ന ആൾക്കാർക്കറിയാം അത് എത്രത്തോളം ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന്. കാരണം അതിനകത്താണെങ്കിൽ കണ്ണട ആയിക്കോട്ടെ, സൺസ്ക്രീൻ ജാക്കറ്റ് ആയിക്കോട്ടെ, അവിടെ പ്രൊട്ടസ്റ്റിന് ഇറങ്ങണവർക്കറിയാം അവിടെ എത്രത്തോളം പൊടി ഉണ്ടെന്നും എത്രത്തോളം നമ്മുടെ കണ്ണും മുഖത്തോട്ടും വായിലോട്ടൊക്കെ പൊടി അടിച്ചു കയറുന്നു. നിന്നെ ഞാൻ സുഖവാസത്തിൽ അയക്കുന്നു പോയിട്ടുള്ള അല്ല, അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നീ എവിടുത്തെ ഇൻഫ്ലുവൻസറാണ്? സ്വയം അങ്ങ് പ്രഖ്യാപിച്ചങ്ങ് നടക്കോ ഇൻഫ്ലുവൻസർ? എന്താ ഉറക്കം വരുന്നു. പിന്നെ ഈ പ്രൊട്ടസ്റ്റിന് പോകുന്നവർക്കറിയാം ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങളാണെന്ന്. നീ പോകുന്ന പ്രൊട്ടസ്റ്റിനല്ലേ, അല്ല ടൂർ പോവുകയല്ലല്ലോ. നിനക്ക് AC റൂം എടുത്ത് കിടക്കാനാണെങ്കിൽ നീ അങ്ങനെ വല്ലതും ചെയ്യും. അല്ലാണ്ട് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പൊടിയും തടിയും കൊടിയും എല്ലാം കാണും കേട്ടോ. ജീവനോടെ കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ കണ്ടോണം. നാളത്തെ കാര്യം സംശയമാണ്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.